ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ വക്രഗതിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും. ഈ രണ്ട് ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രണ്ട് ഗ്രഹങ്ങളാണ്. മനുഷ്യ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് ഗ്രഹങ്ങൾ. ശനി പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ പാപനായ ഗ്രഹവും വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹവുമാണ്. ശനി എന്ന് പറയുന്നത് ആയുൾകാരകനാണ്, കർമ്മകാരകനായ ഗ്രഹം. വ്യാഴം ധനകാരകനാണ്, പൂർണ്ണ ശുഭനാണ് പ്രപഞ്ചത്തിൻ്റെ. ഈ രണ്ട് ഗ്രഹങ്ങളും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ശനിയുടെ വക്രഗതി കാലഘട്ടം 2024 നവംബർ 15 വരെയും വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം അവസാനിക്കുന്നത് 2025 ഫെബ്രുവരി 4 വരെയുമുള്ള സമയമാണ്. ഈ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൊതുവേ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി കാലഘട്ടം തന്നെ വളരെയധികം നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും വക്രഗതി കാലഘട്ടം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാർക്ക് ഒരുപാട് വലിയ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ഈ ഒരു സമയം ഇവിടെ പറയുന്ന ഈ 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടം, ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളെല്ലാവരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി, ജാതകവശാൽ ശനിദശ നടക്കുന്നവരുണ്ടോ, വ്യാഴദശ നടക്കുന്നവരുണ്ടോ ജീവിതത്തിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെയോ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നവരാണോ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശനിയും വ്യാഴനുമൊക്കെ ശുഭനാണോ പാപനാണോ, ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കി, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്വന്തം ജനന ജാതകപ്രകാരം കൂടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇനി 12 രാശികളിൽപ്പെട്ട 7 രാശിക്കാർ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കണമെങ്കിൽ അതിനൊരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നിമിഷം മതി ജീവിതത്തിലൊരു നന്മ, ഒരു ഗുണഫലം വന്നു ചേരാൻ. നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളാണ് ഈ ഒരു വക്രഗതി കാലഘട്ടം 2025 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആദ്യമായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും വക്രഗതി ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ, വളരെയധികം നേട്ടങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയണമെങ്കിൽ ഇടവം രാശിക്കാർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കണ്ടകശനി കാലഘട്ടത്തിലുള്ള ശനിയുടെ വക്രഗതിയും അതുപോലെ വ്യാഴം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണ പാപനായിട്ടുള്ള ഗ്രഹം നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയം, ആ വ്യാഴവും വക്രഗതിയിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകളാണ് അനുഭവത്തിൽ ലഭിക്കുക. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു പെട്ടെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, കർമ്മമേഖല നല്ല പുരോഗതി പ്രാപിച്ച് കർമ്മത്തിൽ കൂടെ നല്ല ധനവരുമാനം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭം, ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നിങ്ങൾക്കത് വളരെയധികം നല്ല രീതിയിൽ പ്രയോജനത്തിൽ വരികയും ചെയ്യും. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിദേശ ജോലി ഭാഗ്യമൊക്കെ വന്നു ചേർന്ന ഏറ്റവും നല്ല സമയമാണ്. ഇത്രയും നാൾ നിങ്ങൾ എത്ര വലിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു ലാഭം, ഒരു സമ്പാദ്യമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം കൊണ്ട് നല്ലൊരു വരുമാനം, ഒരു ധനലാഭം, ഒരു സമ്പാദ്യമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും ഗുണഫലങ്ങളുമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുക. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം, അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ എടുത്തു പറയേണ്ടത്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങി തിരിച്ചിട്ട് പരാജയപ്പെട്ടു പോയ, കഴിഞ്ഞ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയത്തിൻ്റെ, ഏറ്റവും നല്ല കാലത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾക്ക്.
അതുപോലെ തന്നെ ഈ ഒരു സമയത്തെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുന്ന സമയം, അതുപോലെ അപ്രതീക്ഷിതമായി മറഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് 2025 ഫെബ്രുവരി വരെയുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, അത് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കുവാനുമുള്ള യോഗമൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം, തൃപ്തിയൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലുമുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഒരു സമയവും, അതുപോലെ ഇടവം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സ് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി മനസ്സിലൊരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള നല്ല അനുഭവങ്ങളും വരും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല ഒരു നന്മ, ഒരു ജീവിതത്തിൽ പല സുഖങ്ങൾ, സന്തോഷങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. ഇടവം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സമയം ഒരു വിദ്യാഭ്യാസം, വിദേശ പഠനം, വിദേശവാസത്തിനൊക്കെയുള്ള യോഗമുള്ള സമയമാണ്. അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും 2025 ഫെബ്രുവരി 4 വരെയുള്ള സമയം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, സുഖങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയം, നല്ല കാലം ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു വന്ന ആ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ നേർവിപരീതമായി ഒരു നല്ല ഗുണാനുഭവം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുപോകുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ കടബാധ്യതകൾ, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു നേട്ടം, ഒരു നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ആ കടബാധ്യതകളിൽ നിന്നൊക്കെ വിട്ടുമാറി മനസ്സിൻ്റെ ആശ്വാസം ലഭിക്കുന്ന സമയം. അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി കർമ്മ മേഖലയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെ നന്മ, ഒരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും. കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളിൽ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം, ആശുപത്രി വാസങ്ങളിൽ നിന്ന് മുക്തി, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിച്ച് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ, പലരെയും സംബന്ധിച്ച് പലതരത്തിൽ ഭൂമി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വിവാഹ ദാമ്പത്യത്തിൻ്റെ രീതിയിലൊക്കെ കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം, നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാധീനം, ഭാഗ്യം നിങ്ങൾക്ക് വരുന്ന സമയം, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്ന സമയം. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ചിലർ അവരവരുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകാം. മറ്റു ചിലർ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ചിലർ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള മറ്റ് പ്രതിസന്ധികൾ, ഭൂമി സംബന്ധമായിട്ടൊക്കെ കേസ് വഴക്കുകൾ, ഇങ്ങനെ പലതരത്തിലാകാം ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ദുഃഖ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ. ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വരും. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ ഇറങ്ങിത്തിരിച്ച പല കാര്യങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ട്,
പലർക്കും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത് ഗൃഹനിർമ്മാണമാണെങ്കിലും മറ്റു കാര്യങ്ങളുമൊക്കെ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നല്ലൊരു ഈശ്വരാനുഗ്രഹം, നല്ലൊരു ഗുണഫലം വന്നു ചേരും. പലരെയും സംബന്ധിച്ച് കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർക്കിടകം രാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ഒരു സന്തോഷം, സമാധാനം, സുഖം അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ, ഭാഗ്യങ്ങൾ വന്നു ചേരും. വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ആ തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ലഭിക്കും. അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് അതിലൊക്കെ ഒരു പരാജയം, പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചുമൊക്കെ പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവത്തിൽ വന്ന സമയമാണ് ഇതിനു മുൻപുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഇതിലൊക്കെ നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾക്ക് 2025 ഫെബ്രുവരി വരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകൾ, മറഞ്ഞിരിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, സ്വന്തമായി ഭൂമി വാങ്ങാൻ, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനൊക്കെയുള്ള വളരെ നല്ല സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ധനപരമായിട്ടുള്ള ചെറിയ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സ് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ സംബന്ധിച്ചും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം, ശരീരത്തിനൊരു പുത്തനുണർവും ഉന്മേഷവും വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ പല നല്ല കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. ഒരു സന്തോഷം, സുഖം, സമാധാനമൊക്കെ അനുഭവത്തിൽ വരും. കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉയർ വിദ്യാഭ്യാസത്തിനോ വിദേശ പഠനത്തിനോ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെയുള്ള ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. അതുപോലെ വിദേശവാസത്തിന്, വിദേശ പഠനത്തിനുണ്ടായിരുന്ന ആ വിസ സംബന്ധമായിട്ട് നേരിട്ടിരുന്ന ചെറിയ ചില തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു സന്തോഷമോ, സമാധാനമോ, സുഖമോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം, നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു വില ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ കുടുംബത്തിൽ നടക്കുന്ന സമയവും കൂടെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും വക്രഗതി, പലതരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ ഓരോ വ്യക്തികൾക്കും അത് ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, ചില നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകവും കൂടെ നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിരിക്കും. സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് 2025 ഫെബ്രുവരി വരെയുള്ള സമയം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദോഷങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു സമയമാണ് 2025 ഫെബ്രുവരി വരെ നിങ്ങൾക്കുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ, ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരിക. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരെ പറ്റി ആദ്യം എടുത്തു പറയേണ്ടത്, നിങ്ങൾ ഏതൊരു ജോലി, ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആ ഒരു കർമ്മത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നേട്ടം, ഒരു ഭാഗ്യം, ഗുണാനുഭവം വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ വിട്ടുമാറുകയും കർമ്മം കൊണ്ട് ഉയരുവാനും ആ കർമ്മത്തിൽ കൂടെ നല്ലൊരു ധനവരവ് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഒരു വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും
ഒരു വിദേശ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി തൊഴിൽ ബിസിനസ്സൊക്കെ നടത്തുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഒക്കെ നേരിട്ടിരുന്ന പല തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ചും ചിങ്ങം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമി സ്വത്തൊക്കെ ലഭിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കേസ് വഴക്കുകളോ തടസ്സങ്ങളുമായിട്ടോ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയം. ഒരുപാട് ഈശ്വരാനുഗ്രഹം ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളെ ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ സന്താന ഭാഗ്യത്തിന് അവർ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. നിങ്ങൾ നടത്തി വന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുന്ന സമയവുമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുക, നല്ല അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് ഈശ്വര അനുഗ്രഹമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു വീട് എന്ന സ്വപ്നം, ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുക, സ്വന്തമായി ഭൂമി ലഭിക്കുക, അതുപോലെ ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്താൻ യോഗമുള്ള ഏറ്റവും നല്ല സമയം. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗള കാര്യങ്ങൾ, സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. നമ്മൾ പറയാറില്ലേ, മറഞ്ഞിരിക്കുന്ന ഗുണാനുഭവങ്ങൾ നന്മകൾ എന്ന് പറയുന്നത് പോലെ അത്രമേൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പലരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്ന ഏറ്റവും നല്ല സമയവും. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് പുനർവിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആദ്യം ഒരു വിവാഹം നടന്ന് അതിൽ പല വിഷമതകൾ നേരിട്ട് പരാജയപ്പെട്ട വ്യക്തികളാണെങ്കിൽ, രണ്ടാമതൊരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ പുനർവിവാഹത്തിന് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ചിങ്ങം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത് കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന സമയം. അവരുടെ കർമ്മത്തിൽ കൂടെ നല്ല ധനവരവ് ലഭിക്കുകയും എത്ര വലിയ പ്രതിസന്ധി സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അതിലേക്ക് ഒരു മാറ്റം ലഭിക്കുന്ന, അതിനെയൊക്കെ അതിജീവിച്ച് പോകുവാനുള്ളൊരു ധനവരവ് ലഭിക്കുക. നിങ്ങൾ നേരിട്ടിരുന്ന ശത്രുതകൾ, നിങ്ങളെ എതിർത്തിരുന്നവർ ഒരുപാട് വ്യക്തികളുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ നേരിട്ടിരുന്ന എതിർപ്പുകൾ, ആ ശത്രുതകളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുമാറിപ്പോകുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മുക്തി, ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ ഒരു മാറ്റം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ചെറിയ ചില അപകടങ്ങൾ, മറ്റു ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിലിരുന്ന പണം കൊടുത്ത് അത് തിരിച്ച് ലഭിക്കാതിരുന്ന ബുദ്ധിമുട്ട് പല ചിങ്ങം രാശിക്കാർക്കുമുണ്ട്. അപ്പം അങ്ങനെയുള്ള പണമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും വിട്ടുമാറും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്തിൽ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ, ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു ആശ്വാസം, മനസ്സിനൊരു സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ, വേർപിരിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ മാറ്റം വന്ന് അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളും ഗൃഹപ്രവേശവും ഒക്കെ നടക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പലതരത്തിൽ നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നൊക്കെ നല്ല സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിലെ, കുട്ടികളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ കാണാൻ പറ്റുന്ന സമയം. അവരുടെയൊക്കെ ജീവിതത്തിൽ നന്മകളൊക്കെ സംഭവിക്കുന്ന സമയവുമാണ്. ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ചിങ്ങം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടുന്ന അലസത, മന്ദത, തടസ്സം, ബുദ്ധിമുട്ടൊക്കെ വിട്ടുമാറി ആ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന വളരെ ഉത്തമമായ ഒരു സമയവുമാണ്.
ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയുമൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2025 ഫെബ്രുവരി വരെയുള്ള സമയം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും അമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അധികം ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ആ സമയത്തിൻ്റെ ആരംഭമാണ്. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായി ഒരു സുഖം, സന്തോഷം, സമാധാനമൊക്കെ ജീവിതത്തിൽ ലഭിക്കാത്ത വ്യക്തികൾ കന്നിരാശിയിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങളാണ് ലഭിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സുഖം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മംഗളകരമായി മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ്. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒരു നല്ല ജോലി, ആ ജോലിയിലൊക്കെ ഒരു നല്ലൊരു വരുമാനം, കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക, ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക, സാമ്പത്തികപരമായിട്ട് ഉള്ള കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. അങ്ങനെ ആഗ്രഹിച്ച തരത്തിൽ ജീവിതത്തിൽ നന്മകൾ ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്നത്. നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ജോലി, കർമ്മത്തിലൊക്കെ നല്ലൊരു പുരോഗതി, ധനവരവ് അതിൽ കൂടെ ലഭിക്കുന്ന സമയം. ജോലിയില്ലാത്ത വ്യക്തികൾക്കാണെങ്കിലും നല്ലൊരു ജോലി ലഭിക്കുക, വിദേശത്തുള്ള ജോലി ഭാഗ്യമുണ്ടാവുക, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക. കന്നിരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തി പോരുന്നത്, ആ തൊഴിലിൽ ബിസിനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരാധീനതകൾ വിട്ടുമാറി നല്ലൊരു ഭാഗ്യാനുഭവം വന്നു ചേരുന്ന ഒരു സമയമാണ്. പലർക്കും ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം എന്നുള്ളത് നിങ്ങൾക്ക് വന്നു ചേരും. എടുത്തു പറയേണ്ട ഒന്ന് ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ചയാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ കടബാധ്യതകളിൽ കൂടെ പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി, ഈശ്വരാനുഗ്രഹം കൊണ്ടൊരു ധനവരവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ലഭിക്കും. അത് പല വഴികളിൽ കൂടെയായിരിക്കും പലർക്കും ലഭിക്കുക. ചിലരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ഉയർച്ച മൂലം ലഭിക്കുന്ന ധനവരവ്, മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരോ ഇല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തവരോ നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി കണ്ട് മനസ്സിലാക്കി സഹായമായിട്ട് മുന്നോട്ട് വരിക, അങ്ങനെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാം. അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഈ 2025 ഫെബ്രുവരിക്ക് മുൻപ് പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗവും ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്താനുള്ള യോഗമുള്ള സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുന്ന സമയം. ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഒരുപാട് ഭാഗ്യമാണ് നിങ്ങളെ സംബന്ധിച്ച്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളെ വിട്ടുമാറും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് പൂർവികപരമായിട്ട് പിതാവിൻ്റെ വഴിയിലൊക്കെ നിങ്ങൾക്ക് സ്വത്ത്, ഭൂമി, സ്വത്തുവകകളൊക്കെ ലഭിക്കാനായിട്ടുള്ളവർ, അതൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന കാലഘട്ടം. അതിനുണ്ടായിരുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വിട്ടുമാറുന്ന സമയം. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന മനോവിഷമം, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ വിവാഹം നടക്കാനായിട്ടുണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറുക. നല്ല മംഗളകരമായിട്ടുള്ള അനുയോജ്യമായ വിവാഹം വന്നു ചേരുക. അതുപോലെ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മംഗല്യ ഭാഗ്യം, വിവാഹ ജീവിതം ലഭിക്കുന്ന സമയവും അവരുടെ ജീവിതത്തിലെ നന്മകൾ, ഉയർച്ചകളൊക്കെ കണ്ട് മനസ്സിന് തന്നെ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ടും കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരുപാട് മനസ്സമാധാനം, സന്തോഷം, സുഖം, നല്ല ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. വിവാഹത്തിന് ശേഷം ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാരാണെങ്കിൽ അതിനുള്ള സമയവും കാലവും ഇതാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന
പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ, ശത്രുതകളൊക്കെ നിങ്ങളെ വിട്ടുമാറി പോകുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ലഭിച്ച് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇത്രയും നാളും പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു സമ്പാദ്യം ഇല്ലാത്ത വ്യക്തികളാണ് പല വ്യക്തികളും. വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു കാണും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഒരു സമ്പാദ്യം, ഒരു സേവിങ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. നിങ്ങൾക്കും ഒരു സമ്പാദ്യം ലഭിക്കുന്ന സമയം. മനസ്സിലെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കുകയും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയവുമാണ്. ശാരീരികമായും മാനസികമായും ഒരു സന്തോഷം, സുഖം, സമാധാനം കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവത്തിൽ വന്നിരിക്കും. എല്ലാ രീതിയിലും കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും ഒക്കെ വിട്ടൊഴിയുന്ന തരത്തിൽ വളരെ നല്ല ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് കന്നിരാശിക്കാർക്ക് ഈ സമയം അനുഭവത്തിൽ വരുന്നത്. അതുപോലെ കന്നിരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ അവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. മനസ്സിന് സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നല്ല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയം. കന്നിരാശിയിൽപ്പെട്ട ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിന് ഒരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. കന്നിരാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റവുമായിട്ട് നിങ്ങളുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈ സമയത്തെ നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു 2025 ഫെബ്രുവരി വരെയുള്ള സമയം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. മകരം രാശിയിൽപ്പെട്ടവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളൊക്കെ അത് അത്രമേൽ വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെ കടന്നു വന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ അത് നമുക്ക് പെട്ടെന്നൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോയവരാണ് നിങ്ങൾ മകരം രാശിക്കാർ. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ ഏറെ അനുഭവിച്ചവരാണ്. പലർക്കും വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിലുണ്ട്. വളരെ നല്ല നിലയിൽ ജീവിതത്തിൽ ജീവിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ഗോപുരത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പോലെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങൾ, ബാധ്യതകൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ താഴെ തട്ടിലേക്ക് വന്ന മകരം രാശിക്കാരും നിരവധിയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് ആരൊക്കെ കൂടെയുണ്ടാകും, ആരെ വിശ്വസിക്കാം, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ആരാണ്, നമ്മളെ സ്നേഹിക്കുന്നവർ ആരാണെന്നുള്ള തിരിച്ചറിവ് വളരെയധികം ലഭിച്ച രാശിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ മകരം രാശിക്കാരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഏറ്റവും അധികം സന്നദ്ധത കാണിക്കുകയും എന്നാൽ മറ്റുള്ളവരെ സഹായിച്ച് അതുമൂലം വിഷമം, ദുഃഖം അനുഭവത്തിൽ ലഭിച്ച മകരം രാശിക്കാരും നിരവധിയാണ്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളും സ്വന്തം കുടുംബത്തിനോ കുടുംബാംഗങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ മറ്റുള്ള സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടി പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച് അതൊക്കെ ഒരു ബാധ്യതയായിട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരും ധാരാളമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടം മകരം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത്രമേൽ സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങൾ, പലർക്കും കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വേർപിരിവുകൾ, അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ
100% വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് പോലും ചതി, അപമാനം, വഞ്ചന ഇതൊക്കെ നമുക്ക് ലഭിച്ച ഒരനുഭവം മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കുമുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി, കടബാധ്യതകൾ, അതുപോലെ ആശുപത്രി വാസങ്ങൾ, അപകടങ്ങൾ, രോഗദുരിതങ്ങൾ എന്നു വേണ്ട ഏത് തരത്തിൽ നോക്കിയാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മകരം രാശിക്കാരായ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രമേൽ കൂടുതലാണ് എന്നുള്ളതാണ് സാരം. ഇത്രയും കാലത്തെ ഒരു ജീവിതം കൊണ്ട് ജീവിതത്തിൽ ഇനി ഒന്നും പഠിക്കാനായിട്ടില്ല എന്ന അവസ്ഥയിലാണ് പലരും. അത്രമേൽ കഷ്ടനഷ്ടങ്ങൾ. ഒരു വീടൊക്കെ വെക്കാനായിട്ട് ആഗ്രഹിച്ച് അതിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊക്കെ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർ. ചിലരെ സംബന്ധിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തറ മാത്രം കെട്ടിയിട്ട് അത് കാലാകാലങ്ങളിൽ അങ്ങനെ കിടക്കുന്നവർ ധാരാളമാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകൾ, അപകടങ്ങൾ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന കാലത്തിൻ്റെ ആരംഭമായിട്ട് ഈ സമയം മുതൽ നിങ്ങൾക്കതിനെ കാണാം. ചിലരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾ, ജോലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരും കഴിഞ്ഞ കുറേ കാലങ്ങളെ പല പ്രശ്നങ്ങളാണ്. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവാണ് ഓരോ വ്യക്തികൾക്കും. പണം ഏത് രീതിയിൽ ചിലവായി പോകുന്നു എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. അത്രമേൽ ഓരോ പ്രശ്നങ്ങൾക്കുമായിട്ട് പണം ചിലവഴിച്ച് കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, അത് മറ്റൊരു വഴിക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പതുക്കെ മാറ്റങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും. നിങ്ങളുടെ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. പതുക്കെ കർമ്മമേഖലയൊക്കെ നല്ല ഉയർച്ചയിലേക്ക് വരിക. അവനവൻ്റെ കർമ്മം കൊണ്ട് അവനവൻ്റെ ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക. ജോലി, ബിസിനസ് ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് സ്വന്തം ബിസിനസ്സിലുണ്ടായിരുന്ന പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഒരു നല്ല ബിസിനസ് നടത്തി വന്ന് പരാജയപ്പെട്ടവരെ സംബന്ധിച്ച് അത് പുനരാരംഭിച്ച് അതിൽ നിന്നൊരു നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ. നിങ്ങൾ ഇതിനു മുമ്പ് സഹായിച്ചവരൊക്കെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ലഭിച്ച് ദാമ്പത്യ കുടുംബ ജീവിതമൊക്കെ ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യം, ശുഭാപ്തി വിശ്വാസം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഒരു വീട് നിർമ്മാണം, ഒരു ഭവന നിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കുവാനുള്ള ധനം, ആ സമ്പത്ത്, പണം കൈകളിലേക്ക് വരിക. ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യം. സ്വന്തമായി ഭൂമി വാങ്ങുക എന്ന ആഗ്രഹം സാഫല്യമാവുക. ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് ഉള്ള സമയമാണ് ഇപ്പോൾ. പലരെയും സംബന്ധിച്ച് വണ്ടി വാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സമയം ആരംഭിച്ചിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം. പലരെയും സംബന്ധിച്ച് ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്ന പലരുമുണ്ട്. കാരണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഓരോ മകരം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം അത് അത്രമേൽ വലുതാണ് ഓരോ വ്യക്തികളും അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ. ഇവിടെ നമുക്ക് പൊതുവായിട്ട് എല്ലാവരേക്കും അനുഭവത്തിൽ വന്ന കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നല്ലാതെ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ, അവരവരുടെ ജോലി കർമ്മത്തിലാണെങ്കിലും ജോലി ഇല്ലാതിരുന്ന ഒരുപാട് നാളുകൾ, അതുമൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ വിവാഹ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലച്ചിലുകൾ, ക്ലേശങ്ങൾ, അതെടുത്തു പറയേണ്ടതാണ്. ഒരുപാട് അലച്ചിലുകൾ ഒക്കെ, വേണ്ടപ്പെട്ടവർ പോലും ഉപേക്ഷിച്ച സാഹചര്യം, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട സാഹചര്യം, ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥയൊക്കെ പല വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും അനുഭവിച്ച മകരം രാശിക്കാരെ പറ്റി നമുക്ക് കൂടുതൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ല. അത്രമേൽ പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ. ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരനായിട്ട് അനുഗ്രഹിച്ച് നൽകുന്ന നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഇവിടം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ വന്നു തുടങ്ങും. ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റം, ഒരു ഗുണഫലം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്.
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മകരം രാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. മനസ്സിന് തന്നെ സുഖം, സന്തോഷമൊക്കെ ലഭിക്കും. ഒരു 60 വയസ്സ് മുതൽ പ്രായമുള്ള മകരം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ, പ്രവചനാതീതമായിട്ടുള്ള ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലായിരിക്കും. മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ആ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഉന്നതിയിൽ ഉയർച്ചയിലെത്തുന്ന ഒരുപാട് മുന്നേറ്റം ലഭിക്കുന്ന സമയവുമാണ്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനനജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ, വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനവും ഫലവും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടി ചെയ്തു പോയാൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ഓരോ മകരം രാശിക്കാർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ സൗഭാഗ്യങ്ങളും, ഐശ്വര്യങ്ങളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, നന്മകളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു സമയം, ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അത്രമേൽ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും. ആദ്യമേ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കത്തക്ക തരത്തിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ്സിലൊക്കെ നേരിട്ടിരുന്ന പരാജയങ്ങളോ പ്രശ്നങ്ങളോ പോരായ്മകളോ ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൽ ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. പലരെയും സംബന്ധിച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. ജോലി ഇല്ലാതെ കുറച്ച് നാളായിട്ടിരിക്കുന്ന കുംഭം രാശിക്കാർ നിരവധിയാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ജോലിയോ ബിസിനസ്സോ ഒക്കെ വളരെ പെട്ടെന്ന് താഴേക്ക് പതിച്ച് അതുമൂലം മനക്ലേശം, സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടവരും കുംഭം രാശിയിൽപ്പെട്ടവരിൽ ഉണ്ട്. അതിൽ അപ്രതീക്ഷിതമായ ചില അപകടങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ അനുഭവത്തിൽ വന്ന കുംഭം രാശിക്കാരും ധാരാളമാണ്. ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, വ്യവഹാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുമൂലം ഉണ്ടാകുന്ന മനക്ലേശങ്ങളൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കുംഭം രാശിക്കാരെ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കത്തക്ക തരത്തിൽ, ഒരു ധൈര്യം ലഭിക്കത്തക്ക തരത്തിൽ, ആത്മവിശ്വാസം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല മാറ്റങ്ങളാണ് കുംഭം രാശിക്കാരായ ഓരോ വ്യക്തികൾക്കും ഈ സമയം അനുഭവത്തിൽ വരുന്നത്. വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ തന്നെ കുംഭം രാശിയിൽപ്പെട്ടവരുടെ കുടുംബം നോക്കുകയാണെങ്കിൽ കുടുംബത്തിലൊക്കെ ഒരു സമാധാനം, സന്തോഷം, സുഖമൊന്നുമില്ലാത്തൊരവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ കുടുംബത്തിലുണ്ടായിരുന്ന ആ മോശപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ വിട്ടുമാറുകയും അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ചില മംഗളകർമ്മങ്ങൾ, മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം കുടുംബത്തിൽ ഒരു സന്താന ഭാഗ്യമുണ്ടാവുക, അതിൽ വിവാഹം നടക്കുക, ചിലരെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ സാധിക്കുക, അങ്ങനെ ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ ലഭിക്കുന്ന സമയം. അങ്ങനെ ചില മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. പൊതുവേ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാർക്കും അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുക. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഒരു ഈശ്വര അനുഗ്രഹം വന്നു ചേരും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഒരു മാറ്റമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാലതാമസം, തടസ്സം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളൊരു നല്ല വാക്കൊരു വ്യക്തിയോട് പറഞ്ഞാൽ പോലും അത് കേൾക്കുന്നവർ നെഗറ്റീവായിട്ടെടുത്ത് ശത്രുവായിട്ട് കാണുന്ന ഒരവസ്ഥ, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താനായിട്ടുള്ള കാലതാമസം, ബുദ്ധിമുട്ട്, വളരെ ലളിതമായി സാധിച്ചു വരേണ്ട കാര്യങ്ങൾ
ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങേണ്ട ഒരു അലച്ചിലുകൾ, ക്ലേശങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിൽ കൂടെയൊക്കെ കുംഭം രാശിക്കാർ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല മാറ്റം, ഒരു ഗുണഫലങ്ങൾ ഉണ്ടാകും. മനസ്സിനും ശരീരത്തിനും സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കുംഭം രാശിക്കാർക്ക് വിദേശ ജോലി ലഭിക്കുന്ന സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ലഭിക്കാതിരുന്ന മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും. പൊതുവേ കുംഭം രാശിക്കാരായ ഓരോ വ്യക്തികളും കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന സമയം. അത് ഏത് ജോലി ചെയ്യുന്നവരോ ബിസിനസ്സോ തൊഴിൽ ചെയ്യുന്നവരോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ആ കർമ്മത്തിന് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവരവരുടെ കർമ്മത്തിൽ ഒരു ഉയർച്ച, ചിലർക്കൊരു നല്ല സ്ഥാനമാറ്റം, പദവി മാറ്റം, പദവി ഉയർച്ചയൊക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഈശ്വരാനുഗ്രഹം ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറും. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലെ ആണെങ്കിലും വിവാഹ കാര്യങ്ങളിലെ ഒക്കെ. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കാലത്തിനെ, ഈ ഒരു സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒന്ന്, നിങ്ങൾക്കിടെ സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ അനുഭവത്തിൽ വന്ന സമയം. കയ്യിൽ വരുന്ന പണം എങ്ങനെ ചിലവാകുന്നു എന്നറിയാത്ത അവസ്ഥ. അപ്പോൾ അത്രമേൽ സാമ്പത്തികമായിട്ട് ക്ലേശങ്ങൾ ഒക്കെ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്കൊരു സമ്പാദ്യമൊക്കെ ലഭിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടക്കുന്ന ഒരു സമയവും കൂടെയാണ്. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്ന സമയം. കുംഭം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളുടെ കുടുംബത്തിൽ നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ സ്ത്രീയെ സംബന്ധിച്ചും പലതരത്തിലുള്ള മാനസിക വ്യഥകൾ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുക, മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ കുംഭം രാശിക്കാർക്കുണ്ടാകും. അതുപോലെ കുംഭം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണെങ്കിലും ആരോഗ്യപരമായിട്ട് നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുണ്ടായിരുന്ന പണം പല സ്ഥലങ്ങളിൽ നിക്ഷേപമൊക്കെ നടത്തി ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ട്. ആ നിക്ഷേപിച്ച പണമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ സന്താനങ്ങളുമായിട്ടൊരു സമാധാനം, സന്തോഷം, സുഖമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ടാവുക. കുട്ടികളാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുന്ന സമയം. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സുഖം, സന്തോഷം മനസ്സിന് ലഭിക്കുന്ന ഒരു സമയവുമാണ്. കുംഭം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഈ ഒരു കാലം നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ഒരു നല്ല മാറ്റങ്ങൾക്കുള്ള സാധ്യതയുള്ള സമയമാണ്. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. വിദേശ ജോലിയോ പഠനമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള വളരെ നല്ല സമയമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാം മംഗളകരമായിട്ട് ജീവിതത്തിൽ നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം നോക്കി, ജാതകവശാൽ ശനിദശയാണോ വ്യാഴദശയാണോ നടക്കുന്നത്, വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഭാവവും സ്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. അവരവരുടെ സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വന്നു ചേരുന്ന സമയമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു മനസമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരുന്ന തരത്തിൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. മനസ്സിനെ അലട്ടിയിരുന്ന അകാരണമായ ഭയം, അകാരണമായിട്ടുള്ള മറ്റു മനക്ലേശങ്ങൾ, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം വന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ കർമ്മസംബന്ധമായിട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ വളരെ പെട്ടെന്ന് വിട്ടുമാറുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ നല്ല പുരോഗതി ലഭിക്കുന്ന സമയം. കർമ്മത്തിൽ കൂടെ ഉയരുക എന്നാണ് അതിനർത്ഥം. ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പദവി മാറ്റമോ പദവി ഉയർച്ചയോ വന്നു ചേരുക. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നല്ല രീതിയിലുള്ള സ്ഥാനമാറ്റം, സ്ഥലമാറ്റം വന്നു ചേരുക.
ഇതൊക്കെ ലഭിക്കുന്നൊരു സമയം. അതുപോലെ നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ നേരിട്ടുന്ന ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറുന്ന സമയം. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്ന മീനരാശിക്കാർക്ക് അതിന് ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാലമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന, അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും ആ കർമ്മത്തിൽ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി പലതരത്തിലുള്ള നന്മകൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും മീനരാശിക്കാർക്ക് സ്വന്തം ബിസിനസ് തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ നേരിട്ടിരുന്ന ചില തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി അതിലൊക്കെ ഒരല്പം ഉയർച്ച, നന്മകളൊക്കെ വന്നു ചേരുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് പലതും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയവും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മീനം രാശിക്കാരെ സംബന്ധിച്ച് ഒരല്പം ക്ലേശങ്ങൾ, അലച്ചിലുകൾ, ഒരുപാട് പാഴ്ചിലവുകളൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് നമ്മളൊരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവപ്പെടുക. നമ്മളൊരു ശുഭകാര്യത്തിന് എന്ന് പറഞ്ഞ് ചിലവാക്കുന്ന പണം നമുക്കത് ശുഭകരമാകാതെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ പലർക്കും സംഭവിക്കുന്നുണ്ട്. അതായത് പണം ക്രയവിക്രയം നടത്തുന്നതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതുപോലെ പണം ഇടപാട്, നമ്മൾ കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക, അങ്ങനെ സാമ്പത്തികപരമായിട്ടൊരല്പം ബുദ്ധിമുട്ട് മീനം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പണം മുടക്കി, പക്ഷേ ആഗ്രഹിച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. അതിന് പല തടസ്സങ്ങളും, അതുമൂലം പണം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. അതുപോലെ ഒരു ഭൂമി വാങ്ങിച്ചു, ഗൃഹനിർമ്മാണം ആരംഭിച്ചു, പക്ഷേ ഗൃഹനിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിവാസം, അതിന് പണച്ചിലവ്, ഇങ്ങനെ കുറച്ചധികം പലർക്കും പല രീതിയിലാണ് ആ ഒരു പാഴ്ചിലവുകൾ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പാഴ്ചിലവുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കിനി മുന്നോട്ട് ഒരു ശുഭ ചിലവുകളുടെ കാലഘട്ടമാണ്. പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കുവാനുള്ള യോഗം, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനുള്ള യോഗം, ഇതൊക്കെ വന്നു ചേരും. ബിസിനസ്സിലൊക്കെ പണം മുടക്കുന്നവർക്ക് അതിൽ കൂടെയൊക്കെ ഒരു നല്ല നേട്ടം, ഒരു ഭാഗ്യം വന്നു ചേരുന്ന സമയവുമാണ്. പലരെയും സംബന്ധിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭച്ചിലവുകൾ, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം, ചിലർക്ക് വണ്ടി വാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവുമാണ്. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലവുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് 2025 ഫെബ്രുവരി വരെയുള്ള സമയം. ഈ സമയം നിങ്ങൾക്ക് വരുന്ന ചിലവുകൾ കൂടുതലും ശുഭച്ചിലവുകളായിരിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വരുന്ന ചിലവുകളെ അത് ശുഭച്ചിലവുകളാക്കി മാറ്റുക എന്നുള്ളതിലാണ് നിങ്ങളുടെ കഴിവും മിടുക്കും. വളരെ നല്ല ഒരു സമയമാണ്. ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ വിദേശ ജോലി, വിദേശ യാത്ര ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം. മീനം രാശിയിൽപ്പെട്ട പലർക്കും ഈ കാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോകുവാനും അങ്ങനെ ഒരു മഹാഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് പലരെയും സംബന്ധിച്ച്. ജീവിതത്തിൽ എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അതിന് മാറ്റം വരിക, വിവാഹ കാര്യങ്ങളിലെ തടസ്സം വിട്ടുമാറി അനുയോജ്യമായ വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ മീനം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പല നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേരിൽ കാണുവാനും അതിനൊക്കെ ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറുവാനുമുള്ള ഭാഗ്യം, യോഗം ഉണ്ടാകും. നിങ്ങളിൽ കൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ മീനം രാശിയിൽപ്പെട്ട പ്രായമായ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, മനസ്സിലാഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുക, മനസ്സിന് തന്നെ സുഖം, സമാധാനം ലഭിക്കുന്ന തരത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക. പലർക്കും അവരവരുടെ സന്താനങ്ങളെ കൊണ്ടൊക്കെ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം, മനസ്സിന് ഒരു സുഖം, സന്തോഷം വരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും. മീനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും കാലം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതെങ്കിലും പുതിയ ഉപരിപഠനത്തിനോ അതുപോലെ വിദേശത്ത് ഒരു പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഇതിനെ നിങ്ങൾ കഴിവതും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശയും ദശാകാലങ്ങളും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയും ഭാവവും ഒക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്മകൾ,
ഈ ഒരു കാലഘട്ടത്തിൽ സമയത്തിൽ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.